ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് യൂട്യൂബ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് മിക്സ്ഡായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ള മാർക്കറ്റിനകത്ത്. പൊതുവേ ഇടിവിലാണ് മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നതെങ്കിലും സെക്ടർ വൈസിൽ പല ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ പലതും മിക്സ്ഡായിട്ടുള്ള പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,119 ക്ലോസ് ചെയ്തപ്പോൾ 5 പോയിൻറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നിഫ്റ്റി ബാങ്ക് ഇന്ന് 230 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 48,114 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. 69 പോയിൻറ്റ്സിൻ്റെ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. 47,984 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 39 പോയിൻറ്റ്സ് കുറഞ്ഞ് 14,661 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് 13.76 ക്ലോസ് ചെയ്തു. ഇന്നലെ 13.91 ആയിരുന്നു. സെൻസെക്സ് ഇന്ന് ക്ലോസ് ചെയ്യുന്നത് 112 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 73,086 DIFI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 8,791 കോടി രൂപയുടെ ബൈ ഇന്ന് DIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഓൾമോസ്റ്റ് പകുതി, അതായത് FII ഇന്ന് 4,788 കോടി രൂപയുടെ സെല്ലാണ് ഇന്ന് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ച തുടങ്ങിയിട്ടും പുതിയ മാസം തുടങ്ങിയിട്ടും FIIയുടെ സൈഡിൽ നിന്ന് സെല്ലിംഗ് ആണ് വീണ്ടും വന്നിട്ടുള്ളത്. എന്നാൽ DII നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് ബൈയിങ് സൈഡിൽ നിന്ന്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ബെൽ 4.57% ഗെയിൻ ഉണ്ടായി. ഗ്രാസിം 3.18%, ഏഷ്യൻ മോട്ടോഴ്സ് 2.94%, JSW സ്റ്റീൽ 2.68%, BPCL 22.23%, അൾട്രാസിംകോ 2.17%, അപ്പോളോ ഹോസ്പിറ്റൽ 2.14%, ട്രെൻഡ് 2.08%, വിപ്രോ 2.03%, ഭാരതി എയർടെൽ 1.76% ഗെയിന് എന്നുണ്ടായി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ബജാജ് ഓട്ടോ ഒന്ന് 2.44% ഇടിയുണ്ടായി. കോൾ ഇന്ത്യ 2.37%, റിലയൻസ് 2.17%, ബജാജ് ഫിൻസർ 1.73%, HDFC ബാങ്ക് 1.67%, അദാനി പോർട്സ് 1.53%, ഹീറോ മോട്ടോകോപ്പ് 1.37%, SBI ലൈഫ് 1.29%, മാരുതി 1.09%, ആൻഡ് നെസ്ലെ ഇന്ത്യ 1.01% ഇടിവാണെന്ന് രേഖപ്പെടുത്തിയത്. ഇതൊന്നും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഈ ചാനലിൽ നിന്ന് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാം ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി പല സ്ഥലത്തു നിന്ന് ഡേറ്റ കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായി സബ്മിറ്റ് ചെയ്യുന്നു എന്നാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. നിഫ്റ്റി ഈ വർഷത്തിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി സ്റ്റാർട്ടിങ്ങിൽ 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 22,119 ക്ലോസ് ചെയ്തപ്പോൾ 6.84% ലോസ് ആണ് ഉണ്ടായിട്ടുള്ളത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 880 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 2,071 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ 490 കമ്പനികൾ മാത്രമേ ഗ്രീനിൽ ക്ലോസ് ചെയ്യുന്നതുള്ളൂ. എന്നാൽ 2,414 കമ്പനികൾ റെഡിൽ ക്ലോസ് ചെയ്യുന്നു. ഇത് ലാസ്റ്റ് ഫ്രൈഡേയിലത്തെ ഡീറ്റെയിൽസാണ് പ്രീവിയസ് ഡേ എന്ന് കാണിക്കുന്നത്. സെക്ടർ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ ഒന്ന് 39 പോയിൻറ്റ്സ് ഗെയിൻ ഉണ്ടായി, 2538 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 37,614 ക്ലോസ് ചെയ്തപ്പോൾ 296 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 20 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 5631 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 22,953 ക്ലോസ് ചെയ്തപ്പോൾ 75 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫാർമ എന്ന് 19,879 ക്ലോസ് ചെയ്തപ്പോൾ 66 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG 5786 ക്ലോസ് ചെയ്തപ്പോൾ 97 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മെറ്റൽ എന്ന് 8316 ക്ലോസ് ചെയ്തപ്പോൾ 97 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 10 പോയിൻറ്റ്സ് ഉയർന്ന് 807 ക്ലോസ് ചെയ്തു. എന്നാൽ നിഫ്റ്റി മീഡിയ എന്ന് 15 പോയിൻറ്റ്സിൻ്റെ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്, 13,1371 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 30,007 ക്ലോസ് ചെയ്തപ്പോൾ 11 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 31 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ വന്ന് 7697 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 12,738 ക്ലോസ് ചെയ്തപ്പോൾ 52 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 9,513 ക്ലോസ് ചെയ്തപ്പോൾ 77 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. സെക്ടറൽ വൈസ് നോക്കിക്കഴിഞ്ഞാൽ മിക്സഡ് ആയിട്ടുള്ള പ്രതികരണമാണ്. നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി എനർജി, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് മാത്രമേ ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തുള്ളൂ. ബാക്കിയുള്ള എല്ലാ സെക്ടേഴ്സും ഇന്ന് ഇതിൽ കാണിക്കുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. ഇതാണ് പ്രധാനമായിട്ടുള്ള ന്യൂസ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ന്യൂസ് അപ്ഡേറ്റുമായി നാളെ എത്താം. എല്ലാവർക്കും ബൈ, നമസ്കാരം.